കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ശ്യാമളാദണ്ഡകത്തിന്റെ ആദ്യത്തെ ധ്യാന ശ്ലോകം നമ്മൾ ഇന്നലെ ജപിച്ചല്ലേ. മാണിക്യ വീണാമുബലാളയന്തിം മദാല സമ്മഞ്ചുള വാഗ്വിലാസ മാഹേന്ദ്ര നീലദ്യുതി കോമേളാംഗിം മാതംഗ കന്യാ മനസാ സ്മരാമി. ആ മതംഗ മഹർഷിയുടെ മകളെ നമ്മള് നമ്മുടെ ഹൃദയപത്മത്തിൽ ഇങ്ങനെ ഉറപ്പിക്കുകയാണ്. അതിന്റെ അടുത്ത ധ്യാന ശ്ലോകം ഇങ്ങനെയാണ്. ചതുർഭുജേ ചന്ദ്രകലാവദംസേ കുജോന്നതേ കുങ്കുമരാഗശോണേ പുണ്ട്രേഷു പാശാങ്കുശ പുഷ്പബാണഹസ്തേ നമസ്തേ ജഗദേകമാതാ. ചതുർഭുജേ ചന്ദ്രകലാവദംസേ. ഭഗവതിക്ക് 4 തൃക്കൈകളുണ്ട്. ആ 4 തൃക്കൈകളോട് കൂടിയവളും ചന്ദ്രകലാവദംസേ, ചന്ദ്രക്കലയണിഞ്ഞവളും, ചന്ദ്രക്കല ശിരസിലണിഞ്ഞവളും, അതുപോലെ ചുവന്ന കുങ്കുമം അണിഞ്ഞ് ചുവപ്പ് നിറത്തോട് കൂടിയവളും, കരിമ്പ്, തോട്ടി, താമര, പൂവമ്പ് എല്ലാം കൈകളിൽ പിടിച്ചവളുമായ ആ ലോകമാതാവ്, ഈ ലോകത്തിന്, ഈ സർവചരാചരങ്ങൾക്കും ഏകമാതാവായ ആ ശ്യാമളാദേവിക്ക്, ആ ലളിതാംബികയ്ക്ക് നമസ്കാരം. ആ ലളിതാംബിക ജയിക്കട്ടെ. അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്, കദംബവനത്തിൽ വസിക്കാനാണ് ദേവിക്ക് ഇഷ്ടം. അപ്പോൾ ആരാണ് നമ്മുടെ ദേവി? നമ്മുടെ ദേവി രാധാറാണിയാണ്. ആ രാധാറാണി വിജയിക്കട്ടെ. ജയ് ശ്രീ രാധേ രാധേ.